ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വിശദമായ ഒരു വീഡിയോ ആണ് ടെക്നോളജി, സെൽ ടെക്നോളജി, സോളാർ പാനൽ, സോളാർ സെൽസിൻ്റെ ടെക്നോളജീസ്. ടോപ്കോൺ, HJT, PERC, ഈ 3 വ്യത്യസ്ത ടെക്നോളജി സോളാർ സെൽസിനെ കുറിച്ചും ഇതിൻ്റെ കൂടെ വിശദാംശങ്ങളുള്ള ഒരു വീഡിയോ ആണിത്. അപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ടെക്നോളജീസ് ആണ് വരുന്നത്. ടോപ്കോൺ, HJT, PERC നിലവിലുള്ള ടെക്നോളജിയാണ്. ഓക്കെ, ഇപ്പം ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, എങ്ങനെ ഏത് സെല്ല് യൂസ് ചെയ്ത് നമുക്ക് പെർഫോമൻസ് കൂട്ടാൻ പറ്റും എന്നുള്ള വിശദമായ ഒരു വീഡിയോ ആണ്. സോ ഈ ടോപ്കോൺ, HJT, PERC എന്ന് പറയുമ്പോൾ പാസീവ് എമിറ്റഡ് ആൻഡ് റിയർ സെൽ എന്നാണ് പറയുന്നത്. HJT എന്ന് പറയുമ്പോൾ ഹെട്രോജങ്ഷൻ ടെക്നോളജി. ഓക്കെ, പിന്നെ ടോപ്കോൺ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ടണൽ ഓക്സൈഡ് പാസിവേറ്റഡ് കോൺടാക്ട് എന്നാണ് വരുന്നത്. ഓക്കെ, ഇത് ഒരു സാമാന്യ മനുഷ്യന് ഇത് പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാവുന്നില്ല. പക്ഷേ ഇതിൻ്റെ ബേസിക്സ് എല്ലാവരും അറിയാൻ പറ്റും. ഒബ്വിയസ്ലി ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പ്രൈം മിനിസ്റ്റേഴ്സ് ന്യൂ സ്കീം 2024, അതായത് വിത്തിൻ 1 ഇയർ അവർ 1 crore ഹോംസിൽ സോളാർ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. വലിയൊരു റൂഫ് ടോപ്പ് റെവല്യൂഷനാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളം ആക്ച്വലി ലാസ്റ്റ് ഇയർ നോക്കുവാണെങ്കിൽ റാങ്കിങ്ങിൽ 2 ആണ്. ഗുജറാത്ത് അതിനുശേഷം 2nd റാങ്കിലാണ് കേരളം നിൽക്കുന്നത്. അപ്പം ഈ നല്ല പാനൽസ്, നല്ല ടെക്നോളജി, നല്ല പ്രോഡക്ട്സ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഓരോ ഉപഭോക്താവിൻ്റെ ആവശ്യമാണ്. ഓക്കെ, ഈ ടോപ്കോൺ, HJT, PERC സെൽസ് അറിയുന്നതിന് മുമ്പ് നമുക്ക് സോളാർ സെൽസ് നിർമ്മിക്കുന്നതിൽ 2 ടൈപ്പ് ഉണ്ട്. ബേസിക്കലി N ടൈപ്പ്, P ടൈപ്പ് എന്നുണ്ട്. ഇതുവരെ ഇന്ത്യയിൽ നിർമ്മിച്ച എല്ലാ സെൽസും P ടൈപ്പ് സെൽസ് ആണ്. ഓക്കെ, സോ P ടൈപ്പ് ആൻഡ് N ടൈപ്പ് സെൽസ് എന്ന് നമ്മൾ പറയുന്നത് കെമിക്കൽ പ്രോസസ്സിൻ്റെ ഒരു ഡിഫറൻസിലാണ്. അപ്പം ഈ ഒരു സെല്ല് തന്നെയാണ്. ഇപ്പം സിലിക്കോൺ എന്ന് പറയുന്ന ഒറ്റ സെല്ല് തന്നെയാണ്. ഇതിൽ ഡിഫറെൻറ്റ് കെമിക്കൽ ആഡ് ചെയ്യുമ്പം ഇത് P ടൈപ്പ് ആവുന്നുണ്ട്, N ടൈപ്പ് ആവുന്നുണ്ട്. അപ്പം P ടൈപ്പ് എന്ന് പറയുമ്പം ഇതിൽ ബോറോൺ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബോറോൺ ആഡ് ചെയ്യുമ്പം ഇത് ഒരു ചാർജ് കുറയുന്നുണ്ട്. സിലിക്കോൺ സെല്ലെന്ന് പറയുന്നത് സിലിക്കോൺ ആണ്. അപ്പോൾ സിലിക്കോണിനുള്ള ഒരു ചാർജ് കുറയുമ്പോൾ ഇത് പോസിറ്റീവ്ലി ചാർജ് ആവുന്നുണ്ട്. അതേസമയം N ടൈപ്പ് സെൽസിൽ നോക്കുവാണെങ്കിൽ ഫോസ്ഫറസ് ആഡ് ചെയ്യുന്നുണ്ട്. ഫോസ്ഫറസ് ഹാസ് 1 ചാർജ് മോർ ദൻ സിലിക്കോൺ. അപ്പം അത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഓക്കെ, സോ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് ഈ ടെക്നോളജി കമ്പയർ ചെയ്യാം. സോളാർ പാനൽസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എല്ലാവരും നോക്കുന്നത് എഫിഷ്യൻസിയാണ്. എഫിഷ്യൻസി എന്ന് പറയുമ്പം നമ്മൾ വെച്ചേക്കുന്ന സോളാർ പാനലിൽ എത്രത്തോളം ലൈറ്റ്, PV ലൈറ്റ് വീഴുമ്പം മാക്സിമം എനർജി എത്രത്തോളം കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് PV ലൈറ്റ് ടു DC എനർജിയാണ് നമ്മൾ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇൻപുട്ട്, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എത്ര ഉണ്ട്. നമ്മൾ നിലവിലത്തെ പാനൽസ് നോക്കുവാണെങ്കിൽ 22 യൂണിറ്റ്സ്, 22%, 25% ഒക്കെ കിട്ടുന്നുണ്ട്. 25% അപ്കമിങ് ടെക്നോളജീസ്. അപ്പം എഫിഷ്യൻസി പാരാമീറ്ററിൽ നോക്കുവാണെങ്കിൽ മോണോ PERCന് 24.5 ആണ് മാക്സിമം എഫിഷ്യൻസി ഉള്ളത്. വേറെ നമ്മുടെ ഹെട്രോജങ്ഷനിൽ നോക്കുവാണെങ്കിൽ അപ് ടു 27.5% വരുന്നുണ്ട്. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ഉള്ളത് ടോപ്കോൺ ആണ്. ടോപ്കോൺ അപ് ടു 28.7% എഫിഷ്യൻസി വരെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് എഫിഷ്യൻസി ടെക്നോളജി എന്ന് പറയുന്നത് ടോപ്കോൺ, അതിനുശേഷം ഹെട്രോജങ്ഷൻ, അതിനുശേഷമാണ് മോണോ PERC. ഓക്കെ, അടുത്തത് നമ്മൾ വാട്ടേജ്, പാനലിൻ്റെ വാട്ടേജ്, അതുപോലെ അതിൻ്റെ കറണ്ട്. ഇപ്പം വോൾട്ടേജ് ഓൾമോസ്റ്റ് എല്ലാ പാനൽസിനും സിമിലർ ആണ് വരുന്നത്, ഏത് ടെക്നോളജി നോക്കിയാലും. വാട്ടേജ് വൈസ് നോക്കുവാണെങ്കിൽ ടോപ്കോൺ ഏറ്റവും ഹയസ്റ്റ് വാട്ടേജ് പാനൽസ് മാനുഫാക്ചറിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് അതിൻ്റെ സ്കേലബിലിറ്റി ഫാസ്റ്റ് ആണ്. അപ് ടു 750 വാട്ട്സ്, 750 വാട്ട്സ് വരെയുള്ള പാനൽസ് നിർമ്മിക്കാൻ പറ്റും. മാർക്കറ്റിൽ ഓൾറെഡി 715, 670 വാട്ട്സ്, 670, 715 വാട്ട്സിലൊക്കെ പാനൽസ് അവൈലബിൾ ആണ് ടോപ്കോണിന് ശേഷം മോണോ PERC ആണ്. മോണോ PERCൽ തന്നെ ഇപ്പം മാക്സിമം 585 വരെ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ആക്ച്വലി ഹെട്രോജങ്ഷൻ വളരെ കുറവാണ്. REC മാത്രമേ ഹെട്രോജങ്ഷനുള്ളൂ, REC ആൻഡ് സൺ പവർ. ഓക്കെ, അപ്പം 545 വാട്ട്സ്, ലെസ് ദൻ 600 വാട്ട്സ് ആയിരിക്കും ഹെട്രോജങ്ഷൻ വരുന്നത്. അപ്പം വാട്ടേജ് വൈസ് നോക്കുവാണെങ്കിലും ടോപ്കോൺ ടോപ്പിലാണ് വരുന്നത്. ഇനി വരുന്ന ഒരു അടുത്ത ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ആണ്. ഓക്കെ, ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് എന്ന് പറയുമ്പം നമുക്കിപ്പം ഈ പാനൽസ് നിർമ്മിച്ചേക്കുന്നത് സ്റ്റാൻഡേർഡ് ടെസ്റ്റിംഗ് കണ്ടീഷനിലാണ്, STC. അപ്പോൾ അത് 25 ഡിഗ്രി സെൽഷ്യസ് ഒരു ഫാക്ടറി, ഒരു സിമുലേഷൻ, ഒരു ലാബിൻ്റെ അകത്താണ് ഈ പാനൽസ് നിർമ്മിക്കുന്നത്. സോ ഈ പാനൽസ് നമ്മൾ ആംബിയൻ ടെമ്പറേച്ചർ, പുറത്തുള്ള കാലാവസ്ഥയിൽ കൊണ്ടുവന്ന് വയ്ക്കുമ്പം പുറത്ത് ടെമ്പറേച്ചർ കൂടുതലാണ്. ഇപ്പോൾ കേരളത്തിൽ ഒരു ആവറേജ് ടെമ്പറേച്ചർ നോക്കുമ്പോൾ ഒരു 30 ഡിഗ്രി, 32 ഡിഗ്രീസ്. ഇപ്പം ചില സമയം പാലക്കാടൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 35 ഡിഗ്രീസ് ഒക്കെ വരാറുണ്ട്. സമ്മറിൽ ഈവൻ 38 ഡിഗ്രീസ്, 40 ഒക്കെ ടച്ച് ചെയ്യാൻ സാധ്യത ഉണ്ട് ഫ്യൂച്ചറിൽ. അപ്പം 25 ഡിഗ്രി സെൽഷ്യസിൽ നിർമ്മിച്ചേക്കുന്ന ഈ സെൽ പാനൽ നമുക്ക് പുറത്ത് കൊണ്ടുവരുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓബിയസ്ലി അത് പറയുന്ന പാരാമീറ്റേഴ്സ്, കറണ്ട് ഇപ്പം ഈ 25 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും 9 amps കറണ്ട് കിട്ടുന്നത്. പക്ഷേ നമ്മൾ ടെമ്പറേച്ചർ കൂടുമ്പം കറണ്ട് എന്താവും, വോൾട്ടേജ് എന്താവും. അപ്പോൾ ഇതാണ് ഈ ഡിഫറൻസ് ഡിസൈൻ ചെയ്യുന്നത്.
അപ്പോൾ നമുക്ക് ലോവസ്റ്റ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ആയിട്ടുള്ള ടെക്നോളജി എന്ന് നോക്കുവാണെങ്കിൽ ഹെട്രോജംഗ്ഷനാണ് ലോവസ്റ്റ് ടെമ്പറേച്ചർ കോഫിഷ്യൻ. HJT ഏകദേശം മൈനസിലാണ് ഇത് വരുന്നത്, -0.24% ആണ് വരുന്നത് ഡിഗ്രി സെൽഷ്യസ്. അതിനുശേഷം TopCon -0.32. അതിനുശേഷമാണ് മോണോപെർക്ക് ടെമ്പറേച്ചർ ഇമ്പാക്റ്റ് വരുന്നുണ്ട് കൂടുതൽ. ഓക്കെ, ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പാരാമീറ്ററാണ് ഡീഗ്രഡേഷൻ. ഓക്കെ, ഡീഗ്രഡേഷൻ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മളൊരു 5 കിലോവാട്ട് സിസ്റ്റം നിങ്ങൾ വീട്ടിൽ വയ്ക്കുവാണെങ്കിൽ ഒരു 25 യൂണിറ്റ്സ് കിട്ടുവാണെങ്കിൽ നെക്സ്റ്റ് 20 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഈ 5 കിലോവാട്ട് എത്ര ഉൽപ്പാദിപ്പിക്കാൻ പറ്റും? ഡെഫിനറ്റ്ലി 25 യൂണിറ്റ്സ് കിട്ടത്തില്ല, അതിൽ കുറവുണ്ടായിരിക്കും. ഓക്കെ, കുറവെന്ന് പറയുമ്പോൾ എത്ര കുറവ്, എങ്ങനെയാണ് അത് കുറയുന്നത്? അപ്പം ഈ ഡീഗ്രഡേഷൻ ഫാക്ടർ ഏതിനാണ് കുറവെന്ന് പറഞ്ഞാൽ അതും HJT ഹെട്രോജംഗ്ഷന് ഡീഗ്രഡേഷൻ ഫാക്ടർ ഏറ്റവും കുറവാണ്. ഓക്കെ, HJT, പിന്നെ TopCon, പിന്നെ മോണോപെർക്ക്. ഓക്കെ, സോളാർ സിസ്റ്റം വയ്ക്കുന്ന കേരളത്തിൽ ആര് വെച്ചാലും ഇന്നത്തെ സാഹചര്യത്തിൽ നോക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 2 ഫാക്ടർ ബൈഫേഷ്യാലിറ്റി ആൻഡ് ലോ ലൈറ്റ് പെർഫോമൻസ്. ബൈഫേഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഡുവൽ സൈഡിൽ നിന്ന് പവർ ജനറേഷൻ ഉണ്ടാവണം, നല്ല രീതിയിൽ റിഫ്ലക്ഷൻ കിട്ടണം, ഒരു 10 to 20% എങ്കിലും ജനറേഷൻ ഈൽഡ് മോർ ആയിട്ട് കിട്ടണം. ഓക്കെ, അതേസമയം ലോ ലൈറ്റ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ എല്ലാവരും മോണോപെർക്കാണ് ലോ ലൈറ്റ് പെർഫോമൻസ് എന്ന് വിചാരിക്കുന്നുണ്ട്. ഓബ്വിയസ്ലി മോണോപെർക്ക് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ TopCon വന്നതിന് ശേഷം TopCon ആണ് ഏറ്റവും ബെസ്റ്റ് പെർഫോമർ ഇൻ ലോ ലൈറ്റ്. ഓക്കെ, അതായത് ലോ ലൈറ്റിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് TopCon, അതിനുശേഷം ഹെട്രോജംഗ്ഷൻ, അതിനുശേഷമാണ് മോണോപെർക്ക് ഇനിയുള്ള സാഹചര്യം. ബിക്കോസ് TopCon ഓൾറെഡി മാർക്കറ്റിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. സബ്സിഡി സ്കീമിൽ TopCon പാനൽസ് ഇതുവരെ വന്നിട്ടില്ല, ചിലപ്പോൾ ഇനി വരാൻ തുടങ്ങുമായിരിക്കും. ബൈഫേഷ്യൽ പാനൽസ് മോണോഫേഷ്യൽ പാനൽസിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ബാക്ക് ഷീറ്റാണ്. ഓക്കെ, ബൈഫേഷ്യൽ പാനൽസിൽ ട്രാൻസ്പെറൻറ്റ് ബാക്ക് ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്, മോണോഫേഷ്യൽ പാനൽസിൽ ഒപ്പേക്കായിരിക്കും, റിഫ്ലക്ഷൻ കാണത്തില്ല. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്പെറൻറ്റ് ബാക്ക് ഷീറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഏത് ക്വാളിറ്റിയാണ് ഇത്, എത്രത്തോളം ട്രാൻസ്പെറൻ്റ് ആണോ അത്രത്തോളം ഈൽഡ് നമുക്ക് കൂട്ടാൻ പറ്റും. TopCon സെൽസിൽ ഏറ്റവും കൂടുതൽ ബൈഫേഷ്യൽ ഫാക്ടർ ഉണ്ട്. ഓക്കെ, TopCon, പിന്നെ HJT, പിന്നെ PERC. അപ്പം ഈ 3 ടെക്നോളജീസിലും TopCon ഏറ്റവും ഹയസ്റ്റ് ബൈഫേഷ്യൽ ഫാക്ടർ ഉണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. സോ പൊതുവെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് എത്ര കോസ്റ്റ് വരും, ഈ ഓരോ ടെക്നോളജിയിലുള്ള പാനൽസിന് എത്ര കോസ്റ്റ് വരും, ഏതാണ് ഹയസ്റ്റ് കോസ്റ്റ്, ഏതാണ് ലോവസ്റ്റ് കോസ്റ്റ്? വെരി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മോണോപെർക്ക് ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റാണ്. ഓക്കെ, അതിനുശേഷം കുറച്ചുകൂടെ കോസ്റ്റ് കൂടിയത് TopCon, ഏറ്റവും ഹയസ്റ്റ് കോസ്റ്റ് ആയിട്ടുള്ളത് ഹെട്രോജംഗ്ഷൻ പാനൽസ്, HJT പാനൽസ് എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും REC, സൺ പവർ, ഇതുപോലത്തെ പാനൽസൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. പിന്നെ റേകോം നിലവിൽ ഇന്ത്യയിൽ ഇല്ലെന്ന് തോന്നുന്നു, മുമ്പ് ഉണ്ടായിരുന്നു. അപ്പം നിലവിൽ ഇന്ത്യയിലുള്ള പാനൽസ് എന്ന് പറയുമ്പോൾ REC, സൺ പവർ ആണ്. REC ഓൾറെഡി റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ കീഴിലാണ് വരുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് TopCon ഇപ്പോൾ എല്ലാ PERC മാനുഫാക്ചറേഴ്സും ഓൾറെഡി TopCon മാനുഫാക്ചറിങ് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ വലിയ ബ്രാൻഡ്സും നോക്കിക്കഴിഞ്ഞാൽ അദാനി, പ്രീമിയർ, വിക്രം, വാരി എല്ലാവരും തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ് ടു 700 വാട്ട്സ് വരെ നമുക്ക് ഒരു പാനലിൻ്റെ വാട്ടേജ് എന്ന് പറയുന്നത് 700 വാട്ട്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് സ്പേസ് സേവ് ചെയ്യാൻ പറ്റും, ബൈഫേഷ്യൽ ഫാക്ടർ കൂടുതലാണ്, ലോ ലൈറ്റിൽ പെർഫോമൻസ് കിട്ടും, അതായത് ലോ ലൈറ്റിൽ നമുക്ക് മാക്സിമം ജനറേഷൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും.